നമസ്കാരം. തലസ്ഥാന നഗരം കനത്ത മഴ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ തിരുവനന്തപുരം മേയർ അമേരിക്കൻ ട്രിപ്പിൽ. നോക്കണേ, ഭരണം കിട്ടിയിട്ട് കേവലം 6 മാസം. 6 മാസത്തിനകം ഒരു US ട്രിപ്പൊക്കെ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സ്വാഭാവികം. കാര്യം 6 മാസത്തിനകം വലിയൊരു ഭരണ പ്രതിസന്ധി ഉടലെടുത്തതാണ്. ആ ഭരണ പ്രതിസന്ധി മറികടക്കാൻ UDF വിമതനെ തന്നെ സെറ്റിൽമെന്റ് ചെയ്ത് ആ ഭരണ പ്രതിസന്ധി ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമ്മർദ്ദമേറിയ ദിവസങ്ങളായിരുന്നല്ലോ. ആ സമ്മർദ്ദം മറികടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ലൊരു ട്രിപ്പ് പോകണം. അതിനെന്ത് ചെയ്യണം? നഗരസഭയുടെ ഈ നികുതി പണം കൈവശമുണ്ട്, എവിടെ പൊയ്ക്കൂടാ? പണം എടുക്കുക, നേരെ US അങ്ങ് വിടുക. കേരളത്തിൽ ഏതെങ്കിലും ഒരു മേയറോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അധികാരം കിട്ടി 6 മാസത്തിനകത്ത് US ട്രിപ്പ് പോയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അത് കാണണം. ഇത് എവിടെ നിന്ന് അറിഞ്ഞു എന്നല്ലേ? മേയർ തന്നെ ഈ വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. കാര്യം രഹസ്യമായിട്ട് പോയാൽ കയ്യോടെ പിടിച്ചാൽ എടുത്തിട്ട് അലക്കുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടൊക്കെയാണ്. അതെ, കേട്ടോളൂ. മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിവസങ്ങളിൽ അമേരിക്കൻ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച് ഫൊക്കാനോ ഭാരവാഹികൾ കോർപ്പറേഷൻ ഓഫീസിലെത്തിയിരുന്നു. 8 ദിവസത്തെ യാത്രയ്ക്കായി ഇന്ന് US തിരിക്കുന്നു. ഫിലാഡൽഫിയയിൽ നടക്കുന്ന ഫൊക്കാനോ സമ്മേളനത്തിൽ പങ്കെടുക്കും. ടെക്സസ്, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ എന്നിവിടങ്ങളിൽ മലയാളി സമൂഹവുമായും തിരുവനന്തപുരത്തുള്ള പ്രമുഖ വ്യക്തികളുമായി ആശയവിനിമയം നടത്തും. കേട്ടല്ലോ, തിരുവനന്തപുരത്തുള്ള പ്രമുഖ വ്യക്തികളുമായിട്ട് ആശയവിനിമയം എവിടെ വെച്ചാണ്? അതങ്ങ് അമേരിക്കയിൽ വെച്ച്. ഇവിടെയൊക്കെ വെച്ച് നടത്താൻ ഇത്രയും കാലം സമയം ഉണ്ടായിരുന്നല്ലോ. ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മീറ്റിങ്ങുകളൊക്കെ എവിടെ വെച്ച് നടത്തണം? അങ്ങ് നേരെ അമേരിക്കയിലേക്ക് പോകണം. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ സന്ദർഭത്തിൽ ഇവിടെ എന്തോരം വാർത്താ വിവാദങ്ങളായിരുന്നു. അതും പോരാഞ്ഞിട്ട് അദ്ദേഹം ഫൊക്കാനോയുടെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരിക്കൽ പോയ സന്ദർഭമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മനോരമ രചിച്ച കഥകൾ അറിഞ്ഞൂടെ? മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കാൻ 80,000 രൂപ തുടങ്ങി പല തരത്തിലുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചമച്ചവരാണ്. പക്ഷേ രാജേഷ് നായർ അധികാരത്തിൽ വന്നു. നായർ വന്നതിന് ശേഷം അമേരിക്കയിൽ പോണേന് ഒരു കുഴപ്പമില്ല. തറവാടി പിറന്നവരാണല്ലോ നായർമാരൊക്കെ എന്ന് പറഞ്ഞാൽ. അവർക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അവരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ വൃത്തിയും വെടുപ്പുമുള്ളത്. അല്ലാതെ കോരന്റെ മോന് അമേരിക്കയിൽ പോകാൻ യോഗ്യതയുണ്ടോ? ഈ മനോഭാവമാണ് നിങ്ങൾ ഇവിടെ കാണേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ 6-ാം മാസത്തിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് 4 മാസമല്ലേ ആയുള്ളൂ, 5 മാസമല്ലേ ആയുള്ളൂ. കുടിവെള്ള പ്രശ്നം വന്നാൽ ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാണ്. ആറ്റുകാൽ പൊങ്കാല കുളമായപ്പോൾ പറയുന്നു ആ വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രശ്നമല്ല, ആറ്റുകാൽ ട്രസ്റ്റിന്റെ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് നഗരത്തിലെ തെരുവുളക്കുകൾ കത്തുന്നില്ല, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, വൈദ്യുതി വകുപ്പിന്റെ പ്രശ്നമാണ്. അതും കഴിഞ്ഞിട്ട് ആദ്യ മഴയിൽ തലസ്ഥാന നഗരത്തിൽ വെള്ളം പൊങ്ങി, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് PWDയുടെ പ്രശ്നമാണ്. ഇങ്ങനെ സകലത്തിലും ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ ഈ കസേരയിൽ അങ്ങോട്ട് ഇരുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞവർ അധികാരം കിട്ടി ആദ്യം ഡൽഹിയിൽ ഒരാഴ്ച നീളുന്ന ഒരു വിശാല യാത്ര, അത് കഴിഞ്ഞ് വന്ന് 6 മാസം തികയുമ്പോൾ അമേരിക്കയിലേക്ക് 8 ദിവസത്തെ യാത്ര. എത്ര ലക്ഷം രൂപ വേണം അമേരിക്കയിലേക്ക് പോകാനെന്ന ഫ്ലൈറ്റ് ടിക്കറ്റിന് അറിയാലോ. ആ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ എവിടെ നിന്നാണ് രാജേഷിന് ഇത്രയും പൈസ എന്ന് നമ്മൾ ചോദിക്കണ്ടേ? അധികാരം കിട്ടിയ ഉടനെ ഇത്രയും വലിയ സ്പോൺസർമാരൊക്കെ രാജേഷിനെ തേടി വരുന്നുണ്ടെങ്കിൽ ആ മേയറും ഈ പറയുന്ന അമേരിക്കക്കാരുമായിട്ടൊക്കെയുള്ള അവിശുദ്ധ ബന്ധം എന്താണ്? നമ്മൾ സ്വാഭാവികമായി ചോദിക്കണ്ടേ? അപ്പോൾ പലതരത്തിലുള്ള മലയാളികളുമായിട്ട് ഞാൻ അമേരിക്കയിൽ വെച്ച് ചർച്ച നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചർച്ചയാണ്, എന്ത് കച്ചവടമാണ് 6 മാസത്തിനകം നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ പോകുന്നത്? സ്വാഭാവികമായി ഉന്നയിക്കപ്പെടും. കാര്യം കേരളത്തിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തലസ്ഥാന നഗരത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങളെ സേവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിച്ചേർന്നവർ അവർക്ക് ഉറക്കമില്ലാതെ പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. അല്ലാതെ എന്റർടൈൻമെന്റിന് വേണ്ടി ടൂറ് പോകാൻ പറ്റിയ സന്ദർഭമല്ല. ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരം ഓഫറുകൾ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അധികാരത്തിലേറി 6-ാം മാസം ആ കസേരയിൽ നേരെ അമർന്നിരിക്കുന്നതിന് മുന്നോടിയായിട്ടും തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് മുന്നോടിയായിട്ട് 8 ദിവസത്തെ അമേരിക്കൻ യാത്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ
കയറുന്നതിന് മുന്നേ ടൂറോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ബെഡാ ഗുരു ഉണ്ടല്ലോ, അയാൾ ഇപ്പോൾ മാസാമാസം അമേരിക്കയിലും ഇസ്രയേലിലും UK-യിലും ഓസ്ട്രേലിയയിലൊക്കെ പോകാമെങ്കിൽ എനിക്കും നികുതി പണം എടുത്ത് നേരെ അമേരിക്കയിലേക്ക് പോകാം, എന്താ പറ്റില്ലേ എന്ന് രാജേഷ് നായർ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും തലയാട്ടി കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. പിണറായി അമേരിക്കയിലേക്ക് പോകുന്നെങ്കിൽ ആ പോകുന്ന ദിവസം വരെ അത് വാർത്താ വിവാദമാക്കുന്നവർ VV രാജേഷ് വിദേശത്തേക്ക് പോയപ്പോൾ ഒരു കാർഡ് പോലും അടിച്ചിറക്കാതെ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണ എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സംഘികൾക്ക് മുന്നിൽ വിനീതദാസന്മാരായി മുട്ടുവളഞ്ഞു നിൽക്കുന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. ഈ 6-ാം മാസത്തിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള അമേരിക്ക യാത്ര നാട്ടിൽ ചർച്ചയാകാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.